Hi everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കിച്ചണിൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആയിട്ടാണ്. പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പ്രീതിയുടെ കൊക്കോസ്റ്റ കോക്കനട്ട് സ്ക്രാപ്പറാണ്. ഇതിനകത്ത് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവർ 2 years വാറണ്ടി നമുക്ക് തരുന്നുണ്ട്. പിന്നെ ലൈഫ് ലോങ് ഫ്രീ സർവീസ് ആണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് സ്ക്രാപ്പർ മാത്രമല്ല, ഒരു ജ്യൂസറും കൂടെ ഇതിനകത്തുണ്ട്. ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. ഇതിന്റെ പ്രത്യേകതകളായിട്ട് പറയുന്നത് തേങ്ങ ചെരുകുമ്പോൾ പുറത്തേക്ക് തെറിക്കുന്നില്ല. പിന്നെ നമ്മുടെ കൈ മുറിയാതിരിക്കാനായിട്ട് ഒരു സേഫ്റ്റിക്ക് ഒരു ലിഡും, നമ്മൾ തേങ്ങ ചെരുകുമ്പോൾ ആ ലിഡ് മിസ്പ്ലേസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുന്ന ഒരു സേഫ്റ്റി സ്വിച്ചും ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്കിനി അൺബോക്സിങ്ങിലേക്ക് കടക്കാം. തേങ്ങ ചിരവുമ്പോൾ കളക്ട് ആവുന്ന ബൗളാണിത്. ഈ കാണുന്നതാണ് തുരുമ്പ് പിടിക്കാത്ത സ്ക്രാപ്പിംഗ് ബ്ലേഡ്. ഇതാണ് ആന്റി കട്ട് സേഫ്റ്റി സിലിക്കൺ ഗാർഡും പിന്നെ അതിന്റെ കൂടെ കിട്ടുന്ന ജ്യൂസറും. ഇതാണ് സ്ക്രാപ്പറിന്റെ മെയിൻ ബോഡി, 100 വാട്ട് പവറുള്ള മോട്ടോർ മെക്കാനിസം. നമുക്കിതിൽ ബൗള് ഫിറ്റ് ചെയ്തിട്ട് ഡെമോ ഒന്ന് നോക്കാം. ബൗള് വെക്കുമ്പോൾ ഒരു ക്ലിക്ക് ശബ്ദം കേൾക്കാം. അപ്പോൾ അത് കറക്റ്റ് ഫിക്സ് ആയെന്ന് നമുക്കറിയാൻ പറ്റും. ബ്ലേഡ് അതിന്റെ സ്ലോട്ടിൽ വെറുതെ വെച്ചു കൊടുത്താൽ മതി, പ്രസ് ചെയ്യണ്ട. ഈ ഭാഗത്തായിട്ടാണ് അതിന്റെ സേഫ്റ്റി സ്വിച്ച് വരുന്നത്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ സേഫ്റ്റി ലിഡ് എടുത്തു കഴിഞ്ഞാൽ സ്ക്രാപ്പർ ഓട്ടോ കട്ട് ഓഫ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഈ സിലിക്കൺ ക്യാപ്പിനകത്തേക്ക് തേങ്ങയുടെ മുറി വെച്ച് ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കാണിച്ചു തരാം. തേങ്ങ വച്ചതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്ത് തേങ്ങയെ ഒന്ന് നന്നായി ടൈറ്റായി പിടിച്ച് ചിരകി കിട്ടാനായിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. പ്രോഡക്റ്റ് നമുക്ക് യൂസ് ചെയ്ത് പ്രാക്ടീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് തേങ്ങ ചിരകി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ആ തേങ്ങ നന്നായിട്ട് ചിരകി കിട്ടിയിട്ടുണ്ട്. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്